വിന്നേഴ്സ് അക്കാഡമിയുടെ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷനെ കഴിഞ്ഞത്. ബിസിനസ് ട്രാൻസാക്ഷൻ മീൻസ് ബൈയിങ് ഓഫ് ഗുഡ്സ്, സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഇൻ വാല്യൂ. Each and every transaction is composed of 2 elements or 2 aspects. One is debit aspect and other is credit aspect. ബിസിനസ് ഇടപാടിൽ ഉണ്ടാകുന്ന ബിസിനസ് ഇടപാടിനെ 2 തരത്തിരിക്കുന്നു: രൊക്ക ഇടപാടും കടമിടപാടും. ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ മെയിൻലി ഡിവൈഡഡ് ടു ക്യാഷ് ട്രാൻസാക്ഷൻ ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ രൊക്ക ഇടപാട്. സാധനം മേടിച്ചാൽ അപ്പോൾ തന്നെ പണം കൊടുക്കുകയോ സാധനം വിറ്റാൽ അപ്പോൾ തന്നെ പണം സ്വീകരിക്കുകയോ ചെയ്യുന്നതാണ് ക്യാഷ് ഇടപാട്. ഇത് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ രാജൻ മാസ്റ്റർ ഒരു 40-ലേറെ വർഷത്തിൽ കൂടുതൽ കുട്ടികളെ അക്കൗണ്ടൻസി പഠിപ്പിച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 10,000-ലധികം കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ബിസിനസ് ട്രാൻസാക്ഷനെ നമ്മൾ 2 തിരിച്ചു: ക്യാഷ് ട്രാൻസാക്ഷൻ എന്നും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും. Cash transaction means immediate payment or receipt of cash, but the payment or receipt of cash is postponed for a future date is called credit transaction. കടമിടപാടും രൊക്ക ഇടപാടും കടമിടപാടും. ഒരു ട്രാൻസാക്ഷനിൽ ഒരിടപാടിനകത്ത് പെയ്ഡ് റിസീവ്ഡ് എന്ന പദം കണ്ടാൽ അത് ഉറപ്പായിട്ടും ക്യാഷ് ട്രാൻസാക്ഷനാണ്. കൊടുത്തു കിട്ടി, പണം കൊടുത്തു പണം കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് എല്ലായ്പ്പോഴും ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കും. എന്നാൽ ആരിൽ നിന്ന് സാധനം മേടിച്ചു അല്ലെങ്കിൽ ആർക്ക് സാധനങ്ങൾ വിറ്റു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുണ്ട് എങ്കിൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും, കടമിടപാടായിരിക്കും. പർച്ചേസ് ഗുഡ്സ് ഫ്രം മോഹൻ എന്നെടുത്തു പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. എന്തുകൊണ്ടെന്നാൽ ഫ്രം ഹൂം എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഉണ്ട്. സിമിലർലി ഗുഡ് സോൾഡ് ടു രാമൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ടു ഹൂം എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഉണ്ട്. അതുകൊണ്ട് ഇതും കടം ഇടപാടായിരിക്കും. അപ്പോൾ കട ഇടപാടിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷനിൽ ഒരു വ്യക്തി ഉണ്ടാവും. ആരിൽ നിന്ന് മേടിച്ചു അല്ലെങ്കിൽ ആർക്ക് വിളിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു വ്യക്തി രംഗത്ത് ഉണ്ടാവും. അപ്പോൾ ട്രാൻസാക്ഷൻ നമ്മൾ ക്യാഷും ക്രെഡിറ്റുമായിട്ട് തരംതിരിക്കാൻ പഠിച്ചു. ഇനി അതിനകത്ത് ഈ ക്യാഷും ക്രെഡിറ്റുമായിട്ട് തരംതിരിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന 2 ആസ്പെക്റ്റ്, 2 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് എടുക്കാൻ പഠിച്ചു. ക്യാഷ് ട്രാൻസാക്ഷൻ്റെ ഒരു ആസ്പെക്റ്റ് എല്ലായ്പ്പോഴും ക്യാഷ് എന്നായിരിക്കും. എന്നാൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ്റെ ഒരു ആസ്പെക്റ്റ് എപ്പോഴും ഒരു വ്യക്തിയായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഫ്രം ഹും ടു ഹും എന്ന ചോദ്യത്തിന് വ്യക്തവും കൃത്യവുമായ ഉത്തരമുള്ളതുകൊണ്ട് അതിലൂടെ ഒരു വ്യക്തി ഉണ്ടാവും. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷനിൽ നിർബന്ധമായും ഒരു വ്യക്തിയുടെ പേരുണ്ടാവും. ക്യാഷ് ട്രാൻസാക്ഷനിൽ വ്യക്തിയുടെ പേര് ഉണ്ടാവുമെന്ന് നിർബന്ധം ഇല്ല. എന്നിരുന്നാലും ക്യാഷ് പെയ്ഡ് ടു മോഹൻ ₹100 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 2 ആസ്പെക്ട്. ഒന്ന് ക്യാഷ് അക്കൗണ്ട്, രണ്ടാമത്തത് മോഹൻ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടും മോഹൻ അക്കൗണ്ടും ഇതിന് നമ്മൾ അന്ന് തരംതിരിക്കാൻ പഠിച്ചു. പേഴ്സണലാണോ റിയൽ ആണോ നോമിനലാണോ എന്ന് തരംതിരിക്കാൻ പഠിച്ചു. ക്യാഷ് റിയൽ അക്കൗണ്ടും മോഹൻ വ്യക്തിയായതുകൊണ്ട് പേഴ്സണൽ അക്കൗണ്ടും. As per the rule of personal account, debit the receiver and credit the giver. ഇവിടെ ക്യാഷ് പെയ്ഡ് ടു മോഹൻ എന്ന് പറയുമ്പോൾ മോഹൻ ഈസ് ദ റിസീവർ ഓഫ് അവർ ക്യാഷ്.
therefore മോഹൻ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇത് ഡെബിറ്റ് ആണെങ്കിൽ അടുത്തത് എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്ട് കണ്ടുപിടിക്കാൻ പഠിച്ചാൽ നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെയും റിയൽ അക്കൗണ്ടിൻ്റെയും നിയമം അപ്ലൈ ചെയ്തുകൊണ്ട് അതിൽ ആരാണ് ഡെബിറ്റ് ആരാണ് ക്രെഡിറ്റ് എന്ന് തീരുമാനിക്കും. അതാണ് ഇന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും പോകുന്നത്. എല്ലാ ട്രാൻസാക്ഷനിലും രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും. അതിലൊരെണ്ണം നിർബന്ധമായും ഡെബിറ്റ് ആയിരിക്കും, മറ്റൊന്ന് ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് ആസ്പെക്റ്റിനെ തിരഞ്ഞെടുക്കുകയും പേഴ്സണൽ അക്കൗണ്ടിൽ, റിയൽ അക്കൗണ്ടിൽ, നോമിനൽ അക്കൗണ്ടിൽ ഏതിൻ്റെ പരിധിയിൽ വരുമെന്ന് അനലൈസ് ചെയ്യുകയും അതിനുശേഷം ഡെബിറ്റ് ആരാണ് ക്രെഡിറ്റ് ആരാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ ഡെബിറ്റും ക്രെഡിറ്റും തീരുമാനിച്ചതിന് ശേഷം അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇതിനെ ആദ്യമായി രേഖപ്പെടുത്തുന്ന ഡോക്യുമെൻറ്റിനെയാണ് ജേണൽ. ജേണൽ ഈസ് ദ ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ പ്രൈം എൻട്രി. ഇറ്റ് ഈസ് ദ ഒറിജിനൽ എൻട്രി. ദ ഫസ്റ്റ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ജേണൽ. ജേണൽ ഈസ് ദ ഫസ്റ്റ് റെക്കോർഡ് അല്ലെ പ്രൈം എൻട്രി അല്ലെ ഒറിജിനൽ എൻട്രി. ദ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ്ലി റെക്കോർഡഡ് ഇൻ എ ഡോക്യുമെന്റ് ഈസ് കോൾഡ് ജേണൽ. ഈ ജേണലിനകത്ത് ട്രാൻസാക്ഷൻ എഴുതുന്ന പ്രക്രിയയ്ക്കാണ് ജേണലൈസിങ്. ഇറ്റ് ഈസ് എ പ്രോസസ്. ഇതൊരു പ്രക്രിയയാണ്, പ്രവർത്തനമാണ്. ജേണലിൻ്റെ അകത്ത് ട്രാൻസാക്ഷൻ ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ച് വ്യക്തവും കൃത്യമായും എഴുതുന്ന പ്രക്രിയയിൽ വിളിക്കുന്ന പേരാണ് ജേണലൈസിങ്. ജേണലൈസിങ് JOURNALISING ജേണലൈസിങ്. അപ്പോൾ ജേണൽ ഈസ് ദ പ്രൈം എൻട്രി അല്ലെങ്കിൽ ഫസ്റ്റ് എൻട്രി. ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ ജേണൽ ഈസ് കോൾഡ് ജേണലൈസിങ്. ജേണലൈസിങ്. ഇനി ജേണലിനകത്ത് ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ജേണൽ എൻട്രി. ENTRY. മൂന്ന് ടേം: ജേണൽ, ജേണലൈസിങ്, ജേണൽ എൻട്രി. ഓർമ്മയെ സൂക്ഷിക്കുന്ന മൂന്ന് പേരാണ്. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരമായതും ആദ്യത്തേതുമായ ഡോക്യുമെന്റ് ജേണൽ. അപ്പോൾ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേണൽ ഈസ് കോൾഡ് ജേണലൈസിങ്. ജേണലിനകത്ത് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് ജേണലൈസിങ്. ഈ ജേണലിനകത്ത് ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ജേണൽ എൻട്രി. ജേണൽ, ജേണലൈസിങ്, ജേണലൈസിങ്. ഒരു ജേണലിന് 5 കോളം. ജേണലിൻ്റെ ഫോർമാറ്റിന് 5 കോളം. ഫസ്റ്റ് കോളം ഡേറ്റ്, സെക്കൻഡ് കോളം പർട്ടിക്കുലേഴ്സ്, തേർഡ് കോളം എല്ലാം, അടുത്ത കോളം ഡെബിറ്റ്, അടുത്ത കോളം ക്രെഡിറ്റ്. എപ്പോൾ ജേണൽ വരച്ചാലും നിർബന്ധമായി 5 കോളമുണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ലെഡ്ജർ ഫോളിയോ, അതാണ് LF. പിന്നെ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനിൽ ഉണ്ടാകുന്ന രണ്ട് ആസ്പെക്റ്റിനെയും, ഡെബിറ്റ് ആസ്പെക്റ്റിനെയും ക്രെഡിറ്റ് ആസ്പെക്റ്റിനെയും കൃത്യമായിട്ട് എഴുതുന്ന ആദ്യത്തെ റെക്കോർഡാണ് ജേണൽ. ഇനി ഏത് ട്രാൻസാക്ഷൻ നമ്മൾ തുടക്കം പരിശോധിക്കാം. 2020 മോഹൻ സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 50,000 രൂപയും കൊണ്ടുവന്ന് മോഹൻ വ്യാപാരം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ പെട്ടിയിലേക്ക് പണം വന്നു. അതുകൊണ്ട് ഒരാസ്പെക്റ്റ് ക്യാഷാണ്. ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് മുടക്കുന്ന തുകേനെയാണ് മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുക. അപ്പോൾ ഒരാസ്പെക്റ്റ് മോഹൻ്റെ ക്യാപിറ്റലും ഒരാസ്പെക്റ്റ് ക്യാഷുമാകുന്നു. പെട്ടിയിലേക്ക് ക്യാഷ് വന്നതുകൊണ്ട് ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടിൻ്റെ പരിധിയിൽ വരുന്നു. ആസ് പെർ ദ റൂൾ ഓഫ് റിയൽ അക്കൗണ്ടിൻ്റെ നിയമം അനുസരിച്ച് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഇവിടെ ക്യാഷ് വന്നതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും. മോഹൻസ് ക്യാപിറ്റലിനെ ഒന്ന് ഡെബിറ്റ് ആണെങ്കിൽ അടുത്തത് നിർബന്ധമായും ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ എൻട്രി 2020 ജാനുവരി 1 2020
ഡെബിറ്റ് ക്യാഷ് ആയതുകൊണ്ട് ഡെബിറ്റിനെ വേണമെന്നുള്ള ആദ്യം എഴുതാൻ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറയുന്നത് ഇത് അബ്രിവേഷൻ ഓഫ് ഡെബിറ്റ് ആണ്. ടു മോഹൻസ് ക്യാപിറ്റൽ 50,000. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് വായിക്കുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻസ് ക്യാപിറ്റൽ. ക്യാഷ് ഡെബിറ്റും അതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റുമാണ്. ഇനി ഇതെന്തിനെ സൂചിപ്പിക്കുന്നു അറിയാൻ വേണ്ടി ഈ എൻട്രിയുടെ ബ്രാക്കറ്റിൽ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരണം കൊടുക്കുന്നു. അതിനെയാണ് നറേഷൻ. NARRATION നറേഷൻ. നറേഷൻ മീൻസ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ എൻട്രി. എ ബ്രീഫ് നറേഷൻ ഓഫ് ആൻ എൻട്രി. ഒരു എൻട്രിയെ പറ്റിയുള്ള ചെറിയ വിവരണത്തിനെ വിളിക്കുന്ന പേരാണ് നറേഷൻ. ഇവിടെ സ്റ്റാർട്ടഡ് ബിസിനസ് പർട്ടിക്കുലേറ്റ് കോഡ് മാത്രം മതി. സിമ്പിളായിരിക്കണം. നറേഷൻ ഉണ്ടായപ്പോഴും സിമ്പിളായിരിക്കണം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. മോഹനാണെന്നുള്ളത് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാം. എന്നിട്ട് ഈ കൊണ്ടുവന്ന 50,000 ഒരു 10,000 രൂപ കൊണ്ട് ഈ ബാങ്കിലുണ്ട്. രണ്ട് ആസ്പെക്ട് ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. രണ്ട് ആസ്പെക്ട് ബാങ്ക് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ബാങ്ക് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട്. When cash paid into bank, cash is goes out. പോയി ബിസിനസ്സിൻ്റെ പെട്ടിയിൽ നിന്ന് പണം പോയി. ഇപ്പോൾ പണം ബാങ്കിലെത്തി. ഇത് പെട്ടിയിൽ നിന്ന് പണം പോയതുകൊണ്ട് ക്രെഡിറ്റ് വട്ട് ഗോസ് ഔട്ട് എന്ന നിയമം അനുസരിച്ച് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്കാണ് പണത്തിൻ്റെ റിസീവർ. ആസ് പെർ ദ റൂൾ ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ദ റിസീവർ. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ നിയമം അനുസരിച്ച് സ്വീകരിച്ചവനെ ഡെബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഒന്ന് ഡെബിറ്റ് ആണെങ്കിൽ അടുത്തത് എപ്പോഴും ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ എൻട്രി 2-ാം തീയതി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഡെബിറ്റിൻ്റെ കോളത്തിലും ക്രെഡിറ്റിൻ്റെ കോളത്തിലും എമൗണ്ട് എഴുതി. വെൻ ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. രണ്ട് ആസ്പെക്ട് ബാങ്ക് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ബാങ്ക് ഈസ് ദ റിസീവർ ഓഫ് അവർ ക്യാഷ്. ക്യാഷ് ഈസ് ഗോസ് ഔട്ട് ഫ്രം അവർ ക്യാഷ് ബോക്സ്. ബാങ്കിൽ നമ്മൾ പണം ഇടുമ്പോൾ ബാങ്ക് നമ്മുടെ പണം സ്വീകരിച്ചവരാണെന്നു. പെട്ടിയിൽ നിന്നും പണം പോയി. ബാങ്ക് സ്വീകരിച്ചവരായതുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. പണം പെട്ടിയിൽ നിന്ന് പോയതുകൊണ്ട് പണത്തിനെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. നറേഷൻ പെയ്ഡ് ഇൻ ടു ബാങ്ക്. രണ്ട് ട്രാൻസാക്ഷൻ. ഓരോ ട്രാൻസാക്ഷനിൽ രണ്ട് ആസ്പെക്റ്റ് എടുത്തു. ഡെബിറ്റ് ആരാണ് ക്രെഡിറ്റ് ആരാണെന്ന് തരംതിരിച്ചു. എന്നിട്ട് അതിനെ കൃത്യമായി രേഖപ്പെടുത്തി. ആ ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ജേണൽ. ജേണലിന് 5 കോളം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, പിന്നെ എല്ലാം ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഇങ്ങനെ ഈ ജേണലിനകത്ത് ആ ട്രാൻസാക്ഷനെ ഡെബിറ്റ് തിരിച്ച് രേഖപ്പെടുത്തുന്ന പ്രക്രിയ പ്രവർത്തനത്തിന് വിളിക്കുന്ന പേരാണ് ജേണലൈസിങ്. കെപ്റ്റ് ഇൻ യുവർ മെമ്മറി, ജേണലൈസിങ്. 3-ാം തീയതി പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹2,000. ബിസിനസ് ആരംഭിച്ചു. ബിസിനസ്സിൻ്റെ സ്ഥാപനത്തിൽ ഇരിക്കുന്നതിന് വേണ്ടി കസേരയും മേശയൊക്കെ മേടിച്ചു. അതാണ് ഫർണിച്ചർ. ഫർണിച്ചർ മേടിച്ചു. 2,000 രൂപ കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ രണ്ട് ആസ്പെക്ട്, ഒന്ന് ഫർണിച്ചർ, ഒന്ന് ക്യാഷ്. ഫർണിച്ചർ വന്നതുകൊണ്ട് രണ്ടും റിയൽ അക്കൗണ്ടാണ്. ഫർണിച്ചർ വന്നതുകൊണ്ട് ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് പോയതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ആസ് പെർ ദ റൂൾ ഓഫ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൻ്റെ നിയമം അനുസരിച്ച് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. വന്നത് ഡെബിറ്റാണ്, പോയത് ക്രെഡിറ്റാണ്. ഇവിടെ ഫർണിച്ചർ വന്നു. ആ കാരണത്താൽ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് പോയി എന്ന കാരണത്താൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 2,000. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 2,000. നറേഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ. വളരെ സിമ്പിളായിട്ട് പർട്ടിക്കുലേഴ്സ് കോളം മാത്രം. അപ്പോൾ 50,000 രൂപയും കൊണ്ടുവന്ന് ബിസിനസ് ആരംഭിച്ചു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻസ് ക്യാപിറ്റൽ. അതിന് 10,000 രൂപ കൊണ്ട് ബാങ്കിലിട്ടു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. 2,000 രൂപ കൊടുത്ത് ഫർണിച്ചർ മേടിച്ചു. ഇനി റെഡി ക്യാഷ് ഗുഡ്സ് മേടിച്ചു. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. രണ്ട് ആസ്പെക്ട് പർച്ചേസ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്.
സാധനങ്ങൾ മേടിച്ചാൽ നമ്മുടെ പെട്ടിയിൽ നിന്ന്, നമ്മുടെ പോക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ പേഴ്സിൽ നിന്ന് പണം പോയത് പണമായതുകൊണ്ട് പണത്തിനെ ക്രെഡിറ്റ് ചെയ്തു. കിട്ടിയത് ഗുഡ്സ് ആയതുകൊണ്ട് വാങ്ങിക്കുന്ന ഗുഡ്സ് അല്ല, പർച്ചേസ് എന്ന പേരിൽ എഴുതുന്നു. അപ്പോൾ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ് അക്കൗണ്ട്. 5000 രൂപയുടെ സാധനം റെഡി ക്യാഷ് കൊടുത്ത് മേടിച്ചു. ഇതാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. 5000 രൂപയുടെ സാധനം റെഡി ക്യാഷ് കൊടുത്ത് മേടിച്ചു. നറേഷൻ ക്യാഷ് പർച്ചേസസ്. ക്യാഷ് കൊടുത്ത് മേടിച്ചുകൊണ്ട് ക്യാഷ് പർച്ചേസസ്. ഇതാണ് 4 ബിസിനസ് ആരംഭിക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ് അക്കൗണ്ട്, ഫർണിച്ചർ മേടിക്കുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ് അക്കൗണ്ട്, സാധനങ്ങൾ മേടിക്കുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ആ സാധനങ്ങൾ വിൽക്കുന്ന സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് സെയിൽസ്. ഓർമ്മ വയ്ക്കില്ല, സെയിൽസ്. ഇനി സാധനങ്ങൾ റെഡി ക്യാഷിന് വിൽക്കുമ്പോൾ നമ്മുടെ പെട്ടിയിലേക്ക് പണം വന്നു, സാധനങ്ങൾ പോയി. അപ്പോൾ 2 ആസ്പെക്ട്, ഒന്ന് ക്യാഷും ഒന്ന് സെയിൽസും. ക്യാഷ് വന്നതുകൊണ്ട് റിയൽ അക്കൗണ്ടിൻ്റെ നിയമം അനുസരിച്ച് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി when goods are sold for ready cash, 2 ആസ്പെക്ട്, ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും. ക്യാഷ് വന്നു, അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും. എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റ ടു സെയിൽസ്. സെയിൽസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരവാണ്, ഇൻകമാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ നിയമം അനുസരിച്ച് ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. കഴിഞ്ഞ ദിവസം നിയമം പറഞ്ഞായിരുന്നു, personal accounting debit the receiver and credit the giver. Real accounting debit what comes in and credit what goes out. Nominal accounting debit all expense or losses and credit all incomes or gains. ഇതിപ്പോ 4000. Narration cash sales. അപ്പോൾ വലിയ കടയിൽ വെച്ചല്ല, സാധനം കിട്ടി, ക്യാഷ് കിട്ടി, സാധനങ്ങൾ. ഇനി നമ്മൾ പർച്ചേസ് ഗുഡ്സ് ഫ്രം സോമൻ ഓൺ ക്രെഡിറ്റ്. ക്യാഷ് പർച്ചേസ് അല്ല, ക്രെഡിറ്റ് പർച്ചേസാണ്. അപ്പോൾ 2 ആസ്പെക്ട്, ഒന്ന് പർച്ചേസും ഒന്ന് സോമൻ. നമുക്ക് കിട്ടിയത് ഗുഡ്സ് ആയതുകൊണ്ട് ഗുഡ്സിനെ നമ്മൾ പർച്ചേസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. തന്നത് സോമൻ ആയതുകൊണ്ട് സോമനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റ ടു സോമൻ. 3000 രൂപയുടെ ഗുഡ്സ് സോമൻ എന്ന സപ്ലയറുടെ നിന്ന് കടമായിട്ട് മേടിച്ചു. അപ്പോഴാണ് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റ ടു സോമൻ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റ ടു സോമൻ. നറേഷൻ ഗുഡ്സ് പർച്ചേസ് ഫ്രം സോമൻ. ഗുഡ്സ് പർച്ചേസ് ഫ്രം സോമൻ. ഇനി നമ്മൾ സാധനങ്ങൾ കടമായിട്ട് അനിലിന് വിറ്റു. വെൻ ഗുഡ്സ് ആർ സോൾഡ് ടു അനിൽ ഓൺ ക്രെഡിറ്റ് ബേസിസ്, 2 ആസ്പെക്ട്, അനിൽ അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും. സെയിൽസ് ഇൻകം ആയതുകൊണ്ട് എല്ലാവരും കൂടെ ക്രെഡിറ്റ് ചെയ്തു. നിർവാഹമില്ലാത്തതുകൊണ്ട് അനിലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി അനിൽ അക്കൗണ്ട് എത്ര ടു സെയിൽസ് 2500. Goods sold to Anil. ഒരു ട്രാൻസാക്ഷനിലെ പേര് പ്രത്യേകം പ്രതിപാദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലാക്കണം അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. ഇവിടെ അനിലിന് വിറ്റു എന്ന് പറയുമ്പോൾ അനിലാണ് റിസീവർ, അവൻ പൈസ തന്നില്ല. 4 ദിവസം കഴിയുമ്പോൾ അവൻ്റെ പൈസ കിട്ടും. അപ്പോൾ അനിൽ ഈ 2500 രൂപയുടെ സാധനം മേടിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ 2000 രൂപ തന്നാൽ ക്യാഷ് വന്നു, അനിൽ തന്നു. അപ്പോൾ 2 ആസ്പെക്ട്, കോൺട്രസ്റ്റ് ക്യാഷ് റിസീവ്ഡ് ഫ്രം അനിൽ ₹2000. ക്യാഷ് കംസ് ഇൻ ദ ബിസിനസ് ആസ് പെർ ദ റൂൾ ഓഫ്
റിയൽ അക്കൗണ്ട് ഡെബിറ്റ് വൺ കംസ് ക്യാഷ് കിട്ടി ആൻഡ് ഇത് തന്നു. അപ്പോൾ നമ്മൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു അനിൽ 2000. അപ്പോൾ അനില് 2500 രൂപയുടെ സാധനം നമ്മുടെ കയ്യിൽ മേടിച്ചു, 2000 രൂപ തന്നു. ഇപ്പം അനിലിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ അവിടെ 500 രൂപ തരാം. അങ്ങനെ നമ്മൾ അതിൻ്റെ ബാലൻസ് ഒക്കെ കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് ജേർണലൈസ് ചെയ്യുന്ന ട്രാൻസാക്ഷനെ ജേർണലിലേക്ക് രേഖപ്പെടുത്തുന്നത്. സാലറീസ് പെയ്ഡ്, ശമ്പളം കൊടുത്തു. അപ്പോൾ അവിടുത്തെ രണ്ട് ആസ്പെക്ട്, ഒന്ന് സാലറിയും ഒന്ന് ക്യാഷ്. കൊടുത്തത് ക്യാഷ് ആയതുകൊണ്ട് ക്യാഷ് ബിസിനസിൻ്റെ പെട്ടിയിൽ നിന്ന് പോയത് ക്യാഷ് ആയതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. സാലറി എന്ന് പറഞ്ഞത് ചിലവായതുകൊണ്ട് നോമിനൽ അക്കൗണ്ടിൻ്റെ നിയമം അനുസരിച്ച് ചിലവുകളെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാലറിയെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി ചിലവുണ്ടാകുമ്പോൾ ചിലവിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് പോയെങ്കിൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഏത് ചിലവാണ്? റെൻറ്റ്, റേറ്റ്സ്, ടാക്സ്, ഇൻഷുറൻസ്, പ്രിൻറ്റിങ്, സ്റ്റേഷനറി, ഗ്യാസ്, പവർ, ഫ്യൂവൽ, വാട്ടർ, കോള, പോക്ക തുടങ്ങിയ എന്ത് ചിലവും വാട്ടർ മേബി തന്നെ ചിലവിൻ്റെ എന്ത് പേര് വിളിച്ചാലുമുള്ള ആ ചിലവിനെ ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് പോയതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇനി മറക്കരുത്, റെൻറ്റ്, ടാക്സ്, ഇൻഷുറൻസ്, പ്രിൻറ്റിങ്, സ്റ്റേഷനറി, ഓഡിറ്റ് ഫീസ്, ഡയറക്ടേഴ്സ് ഫീസ്, വേജസ്, ഗ്യാസ്, പവർ, ഫ്യൂവൽ, ലൈറ്റിങ് തുടങ്ങിയ എന്ത് ചിലവ് ആ ചിലവിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ സാലറീസ് അക്കൗണ്ട് അക്കൗണ്ട് ക്യാഷ് എന്നൊരു എൻട്രി കണ്ട സാലറി പെയ്ഡ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നറേഷൻ സാലറി പെയ്ഡ്. ഇതുപോലെ വേജസ് കൊടുത്തു. വേജസ് എന്ന് പറയുന്ന ഒരു ചിലവാണ്, കൊടുത്തത് കൊണ്ട് പെട്ടിയിൽ ക്യാഷ് പോയി. എന്ത് ചിലവാണെങ്കിൽ ആ ചിലവിനെ ഡെബിറ്റ് ചെയ്തോളൂ. അപ്പോൾ വേജസ് തന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. എൻട്രി വേജസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. വേജസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. നറേഷൻ വേജസ് പെയ്ഡ്. ചെലവുകൾ ഉണ്ടാകുമ്പോൾ പെട്ടിയിൽ നിന്ന് ക്യാഷ് പോകും. വരവുകളാണെങ്കിൽ നമ്മുടെ പെട്ടിയിലേക്ക് ക്യാഷ് കിട്ടും. ഉദാഹരണത്തിന് റെൻറ്റ് റിസീവ്ഡ് എന്ന പദം കണ്ടാൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതിപ്പോഴും ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കും, പണം കിട്ടി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടുത്തെ രണ്ട് ആസ്പെക്ട് റെൻറ്റ് റിസീവ് എന്ന് പറയുമ്പോൾ രണ്ട് ആസ്പെക്ട്, ഒന്ന് ക്യാഷ് അക്കൗണ്ടും ഒന്ന് റെൻറ്റ് റിസീവ്ഡ് അക്കൗണ്ട്. റിസീവ്ഡ് അക്കൗണ്ട് എന്ന് എഴുതാൻ പ്രത്യേക കാരണമുണ്ട്. റെൻറ്റ് എന്ന് പറയുന്നത് പെയ്ഡും ഉണ്ടാവും, റിസീവ്ഡും ഉണ്ടാവും. വാടക നമ്മൾ താമസിക്കുന്നതിന് അല്ലെങ്കിൽ കച്ചവടം നടത്തുന്ന കെട്ടിടത്തിന് അന്യൻ്റെ കെട്ടിടമാണെങ്കിൽ നമ്മൾ വാടക കൊടുത്ത് നമുക്ക് നമ്മുടെ കെട്ടിടമാണെങ്കിൽ വാടകയ്ക്ക് വാടക കിട്ടും. അപ്പോൾ ഇവിടെ റെൻറ്റ് കിട്ടിയാൽ ക്യാഷ് കൊണ്ട് ക്യാഷ് അക്കൗണ്ട് ടു റെൻറ്റ് റിസീവ്. ഇത് ക്യാഷ് അക്കൗണ്ട് ടു റെൻറ്റ് റിസീവ്. ഇത് ക്യാഷ് അക്കൗണ്ട് ടു റെൻറ്റ് റിസീവ്. റെൻറ്റ് റിസീവ്. ഇനി നമ്മൾ ആ മിഷനറി മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ മിഷനറിക്ക് എന്തോ കേടുപാടുകളുണ്ടായി. അപ്പോൾ റിപ്പയേഴ്സ് ഉണ്ടായി. റിപ്പയേഴ്സ് ടു മിഷനറി. റിപ്പയർ മെഷീന് നന്നാക്കാൻ ആൾ വന്നു, നന്നാക്കി. അത് കഴിഞ്ഞപ്പോൾ അവർ 10-100 രൂപ കൊടുത്തു, അല്ലെ 10-500 രൂപ, അല്ലെ 10,000 രൂപ കൊടുത്തു. അപ്പോൾ റിപ്പയേഴ്സ് ആണ് അതിനകത്ത് ഒരു ചിലവ്, പണം പോയി. അപ്പോൾ രണ്ട് ആസ്പെക്ട്, റിപ്പയേഴ്സ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് പോയതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും, റിപ്പയേഴ്സിനെ ഡെബിറ്റ് ചെയ്യും. ഡിഗ്രി റിപ്പയേഴ്സ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് 500. നറേഷൻ റിപ്പയേഴ്സ് പെയ്ഡ്. ഇതുപോലെ എല്ലാ ട്രാൻസാക്ഷനിലുള്ള ആസ്പെക്റ്റ് എടുത്തിട്ട് നമുക്ക് എൻട്രി വിശകലനം ചെയ്ത് എഴുതാവുന്നതാണ്. ഉദാഹരണത്തിന് പ്രിൻറ്റിംഗ് ചാർജസ് പെയ്ഡ്. രണ്ട് ആസ്പെക്ട്, പ്രിൻറ്റിംഗ് ചാർജസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും.
പ്രിൻറ്റിംഗ് ചാർജ് ചിലവാണ്, ചിലവായതുകൊണ്ട് പ്രിൻറ്റിംഗ് ചാർജിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് പോയതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. എൻട്രി പ്രിൻറ്റിംഗ് ചാർജസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. പ്രിൻറ്റിംഗ് ചാർജസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് പെയ്ഡ്. പരസ്യത്തിന് ചിലവുണ്ടായി. പരസ്യത്തിൻ്റെ ചിലവെന്ന് പറയുന്നത് ഒരു ചിലവ് ഡെബിറ്റാണ്. ക്യാഷ് പോയതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. എൻട്രി അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. പിന്നെ നമ്മുടെ നോട്ടീസോ അതുപോലെ ബുക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കറുകളൊക്കെ ആയിട്ട് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രിൻറ്റിംഗ് ചാർജസ് കൊടുത്തു. പ്രിൻറ്റിംഗ് ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ചിലവാണ്. അപ്പോൾ പ്രിൻറ്റിംഗ് ചാർജസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും രണ്ട് ആസ്പെക്ട്. ക്യാഷ് പോയി ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, പ്രിൻറ്റിംഗ് ചാർജസിനെ ഡെബിറ്റ് ചെയ്യും. എല്ലാ ചിലവുകളെയും എല്ലായ്പ്പോഴും ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് പോയെങ്കിൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ അവരുടെ പേരിനെ ക്രെഡിറ്റ് ചെയ്യും. അതാണ്. അപ്പോൾ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആവും. പ്രിൻറ്റിംഗ് ചാർജസ് നടത്തി അപ്പോൾ പ്രസ്സുകാരനോട് പൈസ പിന്നെ തരാമെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പ്രിൻറ്റിംഗ് ചാർജസ് അക്കൗണ്ട് ലെറ്റർ ടു ഏതാണോ പ്രസ്സുകാരൻ, നിയോടെക് അല്ലെങ്കിൽ പ്രിൻറ്റോടെക് എന്ന് പറഞ്ഞൊരു പ്രസ്സുകാരനുണ്ടെങ്കിൽ ആ പ്രസ്സുകാരൻ്റെ പേരിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി പ്രിൻറ്റിംഗ് ചാർജസ് അക്കൗണ്ട് ലെറ്റർ ടു പ്രിൻറ്റോടെക്. ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ പ്രിൻറ്റിംഗ് ചാർജസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ഇനി നമുക്ക് കമ്മീഷൻ പെയ്ഡ്. എന്തോ ഒരു ട്രാൻസാക്ഷൻ നടത്തി നമ്മൾ നേരിട്ട് നടത്താത്തതുകൊണ്ട് അതിനൊരു ഏജൻറ്റിനെ വെച്ചു. ആ ഏജൻറ്റിന് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് കമ്മീഷൻ കൊടുക്കേണ്ടി വന്നു. അതാണ് കമ്മീഷൻ പെയ്ഡ്. കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ചിലവാണ്. ചിലവുണ്ടാകുമ്പോൾ ആ ചിലവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. പെയ്ഡ് എന്നുള്ള പദം കണ്ടതുകൊണ്ട് ക്യാഷ് പോയി, അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻട്രി കമ്മീഷൻ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. കമ്മീഷൻ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. നറേഷൻ കമ്മീഷൻ പെയ്ഡ്. കമ്മീഷൻ പെയ്ഡ്. ഇനി ഇതുപോലെ ഏത് ട്രാൻസാക്ഷൻ ചിലവാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. വരവാണെങ്കിൽ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക, വരവിനെ ക്രെഡിറ്റ് ചെയ്യുക. നമ്മൾ ബാങ്കിൽ കൊണ്ടിട്ട ക്യാഷിനെ പിൻവലിക്കുന്നു, എടുത്തിട്ട് വരും. അതിന് ഉപയോഗിക്കുന്ന പദമാണ് വിഡ്രോ. വിഡ്രോ WITHDREW. പിൻവലിച്ചു. പിൻവലിച്ചു. ബാങ്കിൽ കിടന്ന പൈസ തിരിച്ച് എടുത്തിട്ട് വന്നു. എടുത്തിട്ട് വരുമ്പോൾ എൻട്രി ക്യാഷ് നമുക്ക് കിട്ടി, ബാങ്ക് തന്നു. കിട്ടിയത് ക്യാഷ് ആയതുകൊണ്ട്, വന്നത് ക്യാഷ് ആയതുകൊണ്ട് ഡെബിറ്റ് വാട്ട് കംസിൻ എന്ന റിയൽ അക്കൗണ്ട് നിയമം ഉപയോഗിച്ച് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ഇനി ക്യാഷ് ബാങ്കിൽ കൊണ്ടിടുകയാണെങ്കിൽ എൻട്രി നേരെ റിവേഴ്സ് ആവും. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. എടുത്തിട്ട് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ പെയ്ഡ് ഇൻ ബാങ്ക്. ഡിപ്പോസിറ്റഡ് വിത്ത് ബാങ്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. അങ്ങോട്ട് മാറിപ്പോകരുത്. എടുത്തിട്ട് വരുമ്പോൾ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസിൽ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. പിന്നെ ഡിപ്പോസിറ്റഡ് വിത്ത് ബാങ്ക്, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ഇനി വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന്, വീട്ടാവശ്യത്തിന് വേണ്ടി ബാങ്കിൽ കിടന്ന പൈസ എടുത്തിട്ട് പോകും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഡ്രോയിങ്സ്. ഇതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്. ഉടമസ്ഥൻ്റെ പേഴ്സണൽ അക്കൗണ്ട് രണ്ടെണ്ണമാണ്, ക്യാപിറ്റൽ അക്കൗണ്ടും ഡ്രോയിങ്സ് അക്കൗണ്ടും. അപ്പോൾ വാട്ടാണ് പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഓണർ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ എന്ന് ചോദിച്ചാൽ വൺ ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് അതർ ഈസ് ഡ്രോയിങ്സ് അക്കൗണ്ട്. ബിസിനസ്സിൻ്റെ പെട്ടിയിൽ കിട്ടുന്ന പണം വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു ചിലവുണ്ടായി, ക്യാഷ് പെട്ടിയിൽ നിന്ന് പോയി. അപ്പോൾ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ഡ്രോയിങ്സിനെ എല്ലായ്പ്പോഴും ഡെബിറ്റ് ചെയ്യും, ക്യാപിറ്റൽ എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ചെയ്യും. ചിലവുകളെ ഡെബിറ്റ് ചെയ്യും, വരവുകളെ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റിയെ ക്രെഡിറ്റ് ചെയ്യും, അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. മിഷനറി മേടിച്ചു, അപ്പോൾ മിഷനറി കിട്ടി, മിഷനറി അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ഫർണിച്ചർ മേടിച്ചു, ഫർണിച്ചർ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ലാൻഡ് മേടിച്ചു, ലാൻഡ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ബിൽഡിംഗ് മേടിച്ചു, ബിൽഡിംഗ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. എല്ലാ അസറ്റും മേടിക്കുമ്പോൾ അല്ലെങ്കിൽ അസറ്റ് കിട്ടുമ്പോൾ പണി ചെയ്ത് കഴിയുമ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ ക്യാഷ് പോയതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. എപ്പോൾ ക്യാഷ് പെട്ടിയിൽ നിന്ന് പോയോ അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. പെയ്ഡ് ക്യാഷ് ടു മോഹൻ. മോഹന് ക്യാഷ് കൊടുത്തു. ഇപ്പോൾ രണ്ട് ആസ്പെക്ട്, മോഹൻ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. മോഹൻ റിസീവറാണ്, മോഹനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് പോയതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. പെയ്ഡ് ടു രവി. രവിക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ രണ്ട് ആസ്പെക്ട്, ഒന്ന് രവി അക്കൗണ്ട്, ഒന്ന് ക്യാഷ് അക്കൗണ്ട്. രവിനെ ഡെബിറ്റ് ചെയ്തു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. പെയ്ഡ് ടു സ്മിത. സ്മിതയ്ക്ക് ക്യാഷ് കൊടുത്തു എന്ന് പറയുമ്പോൾ രണ്ട് ആസ്പെക്ട്, സ്മിത അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. സ്മിത ആയതുകൊണ്ട് സ്മിതയെ ഡെബിറ്റ് ചെയ്തു, പോയത് ക്യാഷ് ആയതുകൊണ്ട് ക്യാഷിനെ
ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് എപ്പോൾ പോയോ അപ്പോൾ ആ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. സ്വീകരിച്ചവൻ ആരാണോ അയാളെ ഡെബിറ്റ് ചെയ്യുക. ഇനി അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ഈ ക്യാഷ് കിട്ടി, ക്യാഷ് റിസീവ്ഡ് ഫ്രം കുമാറിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി എന്ന് പറഞ്ഞാൽ ക്യാഷ് വന്നു, കുമാർ തന്നു. വന്നത് ക്യാഷ് ആയതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, തന്നത് കുമാർ ആയതുകൊണ്ട് കുമാറിനെ ക്രെഡിറ്റ് ചെയ്തു. റിസീവ്ഡ് ക്യാഷ് ഫ്രം മേനോൻ, മേനോൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയാൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു മേനോൻ. OTയുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയാൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു OT. ശ്രീകുമാറിന് ക്യാഷ് കൊടുത്താൽ ശ്രീകുമാർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. കൊടുത്തു എന്ന് പറയുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക, കിട്ടി എന്ന് പറയുമ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ക്യാഷ് കിട്ടിയാൽ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് കൊടുത്താൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ദിസ് മച്ച് ഒൺലി അബൌട്ട് ടുഡേയ്സ്. ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ അവസാനിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.